പേഷ്യൻസ് വന്ന് പറയും ഡോക്ടർ ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല, വയറ് ഇങ്ങനെ ഒരു ബലൂണ് പോലെ വലുതായിട്ടിരിക്കുന്നുണ്ട്. അത് വരാൻ കാരണം അത് മെയിൻലി നമ്മളെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തന്നെയാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൂടുതൽ ഫാറ്റ് റിലേറ്റഡ് ഫുഡ്. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ സോ ബിസി വിത്ത് വർക്ക് ദാറ്റ് എക്സസൈസ് ചെയ്യാനോ അതിനൊന്നും സമയം കിട്ടുന്നില്ല. നാലാമത്തേത് ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ വന്നാൽ പോലും ഒരു ജലദോഷമോ ചുമയോ വന്നാൽ പെട്ടെന്ന് പോയിട്ട് ഡോക്ടറിനെയും സമീപിക്കാത്തത് ഫാർമസീൻ്റെ കൗണ്ടറിൽ നിന്ന് തന്നെ ആൻറ്റിബയോട്ടിക്കോ വാങ്ങിച്ചിട്ട് കഴിക്കാൻ തുടങ്ങും. അൺനെസസറി ആൻറ്റിബയോട്ടിക് അബ്യൂസ് ചെയ്യുമ്പോഴേക്ക് ഈ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് നമ്മളെ വൻകുടലിൻ്റെ ബാക്ടീരിയനെയും ക്ലിയർ ചെയ്യും. അപ്പോൾ യൂഷ്വലി ഒരു പോസ്റ്റ് ഇൻഫെക്ഷസ് IBS എന്ന് പറഞ്ഞൊരു ടെർമിനോളജി ഉണ്ട്. അതായത് ആദ്യം ഒരു ചെറിയൊരു ഇൻഫെക്ഷൻ ആയിട്ട് വരും, അതിന് ഒരുപാട് ആൻറ്റിബയോട്ടിക്സ് കഴിക്കും. ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാലായിട്ട് ഇപ്പോൾ വയറ്റിനുള്ളിൽ ഒരു ബാക്ടീരിയയോ അതിൻ്റെ ഇതൊന്നുമില്ല. നെക്സ്റ്റ് പേഷ്യൻസിന് വരുന്ന പ്രോബ്ലമാണ്, ഒന്നെങ്കിൽ പേഷ്യൻസ് ഭയങ്കര കോൺസ്റ്റിപ്പേറ്റഡ് ആയിരിക്കും, മോഷൻ ഒന്നും പോകുന്നില്ല, ബാത്റൂമിൽ കൂടുതൽ സമയം ചിലവ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ബാത്റൂം പോയി കഴിഞ്ഞാൽ പോലും അവർക്കൊന്നും കംപ്ലീറ്റ് ആയിട്ട് പോയില്ല എന്നൊരു ഫീലിംഗ്. ഇപ്പോൾ ഈ IBS സിംറ്റംസിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യം നമ്മളെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യേണ്ടി വരും. വർക്ക് ലൈഫ് ബാലൻസ് ആണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്.